ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാം സുഖല്ലേ? നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ അയർലൻഡിൽ നടക്കുന്ന കാര്യം, അതിൻ്റെ ഒരു ഫീവർ കാനഡയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് നിയോനാർസി എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടാ. അപ്പം അതിൻ്റെക്ക് റിസൾട്ടുകൾ കണ്ടു തുടങ്ങി. എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ, കുറച്ച് ദിവസം മുമ്പ് ഇന്ത്യൻ കപ്പിൾസിന് ഉണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണ വീഡിയോ. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുപോകുക. What the fuck are you doing? Get away from our car. Call police, please. No. The three of them. Yeah, I got it. The face. Yeah. What you do with the police? Can you call 911? Indian squad's pulling up. You're making trouble. Saying Indians, facts. What are you gonna do, AirPod? Very bad, man. Hurt him? That's very bad. So what? Oh, what do we say? Why did you approach like that? Because you're Huh? No. Shut up. Hi, baby. Why did you approach like that? Hey, who are you recording? No, I won't say anything bad. Your whole time. Hey, you know what's you're not in recording. Hey, you know whole what's time. Hey, shut up, big nose. You know what's not illegal to go in front of your vehicle and hump you? I didn't touch you, did I? Did I touch you? Yes or no? You banged my car. No, I didn't touch It's you. broken. Did I? No. I got your license Did plate. I touch you? Did I got touch your you? license plate. Hey, big nose. Did I touch you? Did I touch you? Yes or no? Answer my question, you fucking You're Indian. in record. Did I answer you? I don't Live. care if I'm recording. Live. You got a free phone, you Yeah. fucking you stupid ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പീറ്റർ ബ്രോ എന്ന് പറയില്ലേ, നമ്മൾ ഒരുപാട് മലയാളികൾ സ്പെഷ്യലി ഇന്ത്യൻസ് സ്റ്റുഡൻസ് വന്ന് ചേക്കേറിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പീറ്റർ ബ്രോ എന്ന് പറയും. ആ സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഈ സംഭവത്തിൽ ഇന്ത്യൻ കപ്പിൾസ് മര്യാദയ്ക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് അവരെ കാർ എടുക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു വാക്ക് തർക്കമാണ്. അപ്പോൾ ആ വാക്ക് തർക്കം വണ്ടി തട്ട് പിടിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ വെച്ചിട്ട് കുറച്ച് യൂത്ത് പിള്ളേരായിട്ട് സംസാരമായി. ആ സംസാരമായപ്പോ ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. അതായത് അവൻ അവിടെ ഈ എന്താ പറയാ ഇവരായിട്ട് വാക്ക് തർക്കമുണ്ടായി. എന്തിന്റെ പേരിലാണെന്ന് ഉള്ളത് അവിടെ വ്യക്തമല്ല, തട്ടുമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നീ എന്തിനാണ് അത് ചെയ്തതെന്ന് അവൻ ചോദിക്കണുള്ളൂ. ചോദിക്കുമ്പോൾ അവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നീ കറമ്പനായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, യു ബ്ലഡി എഫ് ഇന്ത്യൻ എന്ന് തന്നെയാണ് പറയണ അവൻ. അങ്ങനെയും പറഞ്ഞിട്ടാണ് ഇവൻ ഇതാക്കണത്. എന്നിട്ട് അവൻ കാട്ടായം കണ്ട അവൻ അത് എന്താ പറയാ, അതൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പറയാം. എനിക്ക് തൽക്കാലം പറയാൻ പറ്റാത്തൊരു കാര്യമില്ല. കാരണം എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും മുന്നേ വെച്ചിട്ട് അവനെ സാധനം കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇവിടത്തെ നിയമം അനുസരിച്ച് അവനെ തൊടാനുള്ള അവകാശം അധികാരം എനിക്കില്ല. പക്ഷെ അവൻ പിന്നെ മുള്ളാൻ പോലും അവന്റെ പിടുക്ക് കിട്ടില്ല അവന്. മനസ്സിലാവണ്ട? ആ പരനാരിയുടെ ഇത് ഞാൻ എന്താ പറയാ പീച്ചു ഞാൻ. കാരണം വെച്ചെങ്കില് ഒരു നമ്മൾ യുദ്ധം നമ്മൾ തുടങ്ങണവര് പറയും നമ്മൾ സമാധാനമായിട്ടിരിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യരുത്, പ്രതികരിക്കരുതെന്ന് പറയും. പക്ഷെ ചില സമയത്ത് നമ്മൾ നിസ്സഹായരായ അവൻ ആ പെണ്ണിന്റെ സൈഡിൽ വന്നിട്ടാണ് ഈ പോക്കൃത്തിനെ കാണിച്ചത്. അപ്പോൾ അത്രയും നമ്മളെ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ളൊരു പോർഷൻ അവന്റെ ഭാഗത്ത് നടക്കാണ്. ഒരാളൊറ്റയ്ക്കല്ല, 3 പേരുണ്ട് ആ വണ്ടിയിൽ. ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ, സംഭവം ഇവര് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടുത്തെ ബൈ ലോ, കാനഡിയൻ ലോ അനുസരിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് കിട്ടി അവൻ നെവർ മൈൻഡ് ആണത്. അവന് ഒരു വിഷയമുള്ള കാര്യമില്ല. അവൻ നീ എന്താ വെച്ചാൽ കാണിച്ചോന്നും പറഞ്ഞിട്ട് പിന്നെ നാവുകൊണ്ടുള്ള ആക്ഷൻ കാണിച്ചില്ല. അവനാ അല്ലേ, അത് നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം. കാരണം നമ്മള് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക. കാരണം നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ മക്കളുടെയും മുന്നേ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാണിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റാവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാർട്ട്ണർക്കും നമ്മുടെ മക്കൾക്കും നമ്മളിലുള്ള വിശ്വാസം പോകും. നമ്മുടെ കുടുംബത്തിന്റെ ആണിക്കല്ലാണ് സാധനം ഇളക്കണത്. ഇത് അവൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരിയാണ്. അവൻ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ എൻ്റെ കളറിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ മക്കളെ, വെടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കണ്ണുള്ളവൻ കാണുക, ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക. ഈ രാജ്യം പൊട്ടയെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല, പക്ഷെ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതനുസരിച്ച് മാന്യമായിട്ടുള്ള ഒരു ബോധത്തിൽ ഇറങ്ങണം. പിന്നെ നമ്മൾ അയർലൻഡിലെ കാര്യം പറഞ്ഞില്ലേ, അവിടെ 6 വയസ്സുള്ള കൊച്ചിനെ വന്നിട്ട് പേടിപ്പിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക ഡയലോഗ് അടിച്ച് പോയത് കംപ്ലീറ്റ് യൂത്ത് പിള്ളേരാ.
ഇതും യൂത്ത് പിള്ളേരാ. അപ്പൊ ഇവരെ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി പറയണ പോലെയാ. ഇവരുടെ ഓൾറെഡി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കഴിഞ്ഞാല് ഇവര് ചാവോളം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ടീമുകൾ പണിയെടുക്കണത് അതിന്റെ റിസൾട്ടുകളൂടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ നിൽക്കുന്ന ട്രക്ക് സ്റ്റോപ്പില്ല. ഇതിപ്പോഴും നോക്കിയപ്പോ ഒരുത്ത അവിടെ നിന്നിട്ട് സൈഡിൽ നിന്ന് മൂത്രമൊക്കെയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട് ഇവിടെ നമ്മുടെ ബംഗാളികൾ വന്നിട്ട് ഒരു പരിധി വിട്ടിട്ട് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളൊക്കെയും കച്ച കെട്ടി ഇറങ്ങില്ലേ നമ്മുടെ നാട് നന്നാക്കാൻ. അതൊക്കെ തന്നെയാണ് ഇവരും ചെയ്യണേ. ഇത്രയായിട്ടും നമ്മുടെ ആൾക്കാരും പഠിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ. അപ്പൊ ഇവര് പ്രതികരിക്കും. അപ്പോ എന്താ പറയാ, ചില പുഴുക്കുത്തുകൾ കാണിക്കുന്നതിന്റെ നമ്മൾ ബാക്കിയുള്ളത് നമ്മളും കൂടി അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്നലത്തെ ഓണത്തിന്റെ ആ ഒരു സംഭവം ചെയ്തത്. പലർക്കും പേഴ്സണലി അത് അവരുദ്ദേശിച്ചിട്ടാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മുടെ കൂട്ടായ്മ കാണിക്കാൻ പറ്റിയ വലിയൊരു ആവശ്യം തന്നെയാണ് അത്. ആ കൂട്ടായ്മ കാണിക്കാൻ പോയിട്ട് പിന്നെ അവിടെ മുണ്ട് എന്താ പറയാ ഊരിയിട്ട് അടിക്കല്ലേ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അച്ചടക്കം എന്നുള്ള സാധനം അത് കൂട്ടായ്മ കാണിക്കാനായിട്ട് അച്ചടക്കത്തിനും ഒന്നൊരു തടസ്സമല്ല. നമുക്ക് അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെയും ചെയ്യാൻ പറ്റും. അത്രേ നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ അവനെ കാണിച്ച കാട്ടായം. സത്യമായിട്ടും കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ പരിസരം മറന്നുപോകും. നമ്മുടെ ഈ BP ഒരു പരിധി വിട്ടിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പറയാൻ കാരണം വെച്ചെങ്കിലേ, ഞാൻ അവിടെ വന്നിട്ട് ഒരു 4-5 മാസ സമയത്ത് ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ അന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ആ വരണ സമയത്ത് ഇതേമാതിരി എന്റെ മിസ്റ്റേക്ക് കൊണ്ട് ജസ്റ്റ് ഞാൻ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുത്തു. അപ്പൊ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ഹോൺ അടിച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ച് സോറി കാണിച്ച് ഞാൻ അവിടെ ചവിട്ടി. അവര് പാസ് ചെയ്തപ്പോ അവര് ഗ്ലാസ് 2 പെണ്ണുങ്ങളായിരുന്നു, പെൺപിള്ളേര്, വിരലേക്കും പോച്ചു ഭയങ്കര ആവശ്യം കാണിച്ചു. അപ്പൊ എന്റെ മൂത്ത മോൻ വണ്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പൊക്കോട്ടെ വിട്ടു, എന്റെ മിസ്റ്റേക്ക് അല്ലേ. മുന്നോട്ട് പോയി വീണ്ടും ഇവര് വിരൽ വയ്ക്ക് കാണിച്ചു. അപ്പൊ ഞാൻ ഹോൺ അടിച്ചു. അപ്പൊ അവര് വണ്ടി നിർത്തിയപ്പോ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ F പറഞ്ഞ ചോദിച്ചു. ഞാൻ F പറയുന്നുണ്ട്, വിരലും വയ്ക്ക് കാണിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് നീ ശ്രദ്ധിക്കാണ്ട് പോകുന്നില്ലേ. ഞാൻ സോറി പറഞ്ഞില്ലേ, ഞാൻ അവിടെ വണ്ടി നിർത്തിയെന്നില്ലേ, നിങ്ങൾ മരിക്കി പോയില്ലേ, വല്ല ആക്സിഡന്റ് ഉണ്ടായോ. എന്റെ മകൻ വണ്ടിയിലുണ്ട്, അവന്റെ മുന്നേ വെച്ചിട്ടാണ് നിങ്ങൾ കാണിക്കണേ. അപ്പൊ പോലീസ് വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഒറ്റ ഡയലോഗ് അടിച്ചുള്ളൂ. അവര് സോക്കെ എന്നും കൊണ്ട് അവര് വണ്ടി എടുത്ത് പോയി. എനിക്ക് പെട്ടെന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ ആ വീഡിയോ എടുത്ത ആള് അയാളെ കൊണ്ട് നിസ്സഹായനായിട്ടാണോ അതോ കുറച്ച് പക്വമായിട്ട് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല. കറക്റ്റായിട്ട് ആളുടെ പ്രതികരണം ആളങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളൊക്കെയും ചിന്തിക്കണം, നമ്മുടെ പ്രതികരണം ഒരു പക്ഷേ ഇയാളുടെ പോലെ കുറച്ച് ക്ഷമ കിട്ടിയെന്ന് വരില്ല. അവൻ അവസാനം വന്നിട്ട് ആ കണ്ണാടിയും പിടിച്ചിട്ട് കാണിച്ച കാട്ടായം കണ്ടില്ലേ, ആ പെണ്ണിരിക്കണ കറക്റ്റ് സൈഡിൽ വന്നിട്ട് ചെയ്തേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റ ഞെരുക്കുള്ളൂ അവസാനിപ്പിക്കുള്ളത്. പിന്നെ ഒരു മുള്ളാൻ പോലും സാധനം പിടിക്കാൻ പറ്റില്ല. അപ്പോ വീണ്ടും ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ കേരള പൊട്ടയെന്നല്ല പറയണേ. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കൂടി വരണുണ്ട്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, കാണാം. ഓക്കെ.